वैष्णव जन तो तेरे तकिए, वैष्णव जन तो तेरे तकिए। वैष्णव नमस्ते जी, प्रणाम। ഈ ഒരു സംഭവം നമ്മൾ മുമ്പ് കണ്ടില്ലേ? നിങ്ങൾ മറന്നുപോയോ? കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ സംഭവം തന്നെ. ഒന്ന് കണ്ടു നോക്ക് നിങ്ങള്. സഖാക്കളേ സഖാക്കളേ മുന്നോട്ട് 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 മുന്നോട്ട്, തൊഴിലാളികളെ തൊഴിലാളികളെ വിയർപ്പ് ഏന്തി മുത്തുകൾ തീർക്കും മലയാളികളെ മലയാളികളെ മുന്നോട്ട് 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 മുന്നോട്ട്. അതാണ് അല്ലേ? സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്, തൊഴിലാളികളെ തൊഴിലാളികളെ. നോട്ട് ദ പോയിന്റ്. തൊഴിലാളി. എൻ്റെ അമ്മ, ഓരോ കാലഘട്ടത്തിൽ ഇതുപോലെ ഓരോ തൊഴിലാളികൾ വരും. ഇപ്പൊ ഈ പറഞ്ഞ ഭീമൻ തൊഴിലാളി എവിടെയെന്ന് പടച്ചമ്പുരാന് പോലും അറിയില്ല. എന്താണെങ്കിലും പുതിയ തൊഴിലാളിനെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഭരത്ചന്ദ്രൻ IPS എന്നൊക്കെ പറഞ്ഞ പോലെ. എന്താണ്? ഡോക്ടർ സരിൻ P IAAS. വാവ്, അടിപൊളി. എന്താണെങ്കിലും നമ്മളെ ഡോക്ടർ ബ്രോക്ക് പറയാനുള്ളതും കൂടെ നമുക്ക് കേൾക്കാം. എന്തൊക്കെയാ ഡോക്ടർ ബ്രോ പറയുന്നത് അറിയണല്ലോ അല്ലേ? ഞാൻ ഇന്നത്തെ ഒരു ദിവസം വരാൻ വേണ്ടിയാണ്, സെക്രട്ടേറിയറ്റ് നടക്കുന്ന ദിവസം വരാം എന്നുള്ളതായിരുന്നു ലഭിച്ച നിർദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദിവസം വരുമ്പോൾ എല്ലാവരെയും, നേതൃത്വത്തിലുള്ള എല്ലാവരെയും കാണുക എന്നുള്ളതും കൂടി സാധിച്ചു. ഞാൻ കൃത്യമായി എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷക്കാരനായത്. ആ രാഷ്ട്രീയത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനം തുടരുന്നതിന് വേണ്ടി തന്നെയാണ് പാർട്ടിയുടെ നിർദ്ദേശവും. കറക്റ്റാണ്, സത്യമാണ്. എന്ത് രസാലേ. ഞാൻ വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി ഒരു രാത്രി കൊണ്ട് ധാരണ അങ്ങ് മാറി. ഒരു രാത്രി കൊണ്ടാട്ടോ എൻ്റെ ധാരണ മാറിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു രാത്രിയുടെ ധാരണ. ഒരു രാത്രി കൊണ്ടൊക്കെ ധാരണ വരെ മാറ്റി മറിച്ചാൽ അല്ലേ? എന്താല്ലേ ഭയങ്കരം. എന്ത് പറയാനപ്പോ നമ്മളല്ലേ? എന്തായാലും ബാക്കിയോടെ കേട്ടുവെക്കാം. സ്വാഭാവികമായിട്ടും ഇടതു മനസ്സ് എന്ന് പറയുന്നത് കൊണ്ട് നടന്നിരുന്ന ഒരാൾ പൂർണ്ണമായും ഇടതുപക്ഷക്കാരനായി ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു. ആ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ജയപരാജയങ്ങൾക്കപ്പുറം പൊളിറ്റിക്സിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണമല്ലോ. മനുഷ്യൻ അങ്ങനെയാണ് രാഷ്ട്രീയ നിലപാടുകളിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന അഭിപ്രായങ്ങളിലേക്കൊക്കെ മാറേണ്ടത്. അപ്പോൾ അഭിപ്രായ രൂപീകരണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം പൊളിറ്റിക്സ്. നമ്മൾ പറയുന്ന അഭിപ്രായത്തിനോട് കൂടുതൽ മനുഷ്യർ ഐക്യപ്പെടുന്ന ആ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷമാണ് ശരി എന്നുള്ള ആ രാഷ്ട്രീയത്തിൻ്റെ എല്ലാതരം തുടർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് തുടരും. ഒരു രക്ഷയില്ല. കഴിഞ്ഞ കുറെ കാലമായിട്ട് മനസ്സിലായിട്ടിട്ട് കൊണ്ട് നടക്കുക എന്നേ പറഞ്ഞിരുന്നത്. കൊണ്ട് നടന്ന് അവസാനം തൻ്റെ രാഷ്ട്രീയ എന്താ പറയുക നിലപാടിലോട്ട് അങ്ങ് എത്തിച്ചേർന്നിരിക്കുക നമ്മുടെ IAAS ഡോക്ടർ സരിൻ. താണ് ഇങ്ങനെ വേണം. എന്താ പറയുക, ഈ ഒരു ആത്മഹർഷവും അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയും ഇത് ഇങ്ങനെ വിപ്ലവകാരികളായിട്ട് നമ്മൾ വളർന്നു വരിക വേണ്ടത്. അല്ലാണ്ട് വെറുതെ നടക്കാൻ പറ്റും കോൺഗ്രസ്സുകാരെ പോലെ അല്ലേ? കണ്ട് പഠിക്കുക കോൺഗ്രസ്സുകാരെ. നിങ്ങളത് നമ്മുടെ മച്ചാനെ കണ്ട് പഠിക്കുങ്ങൾ. അയ്യോ, അതൊക്കെ പാർട്ടിയെ പറ്റി അറിയാത്തവർ പറയുന്ന കഥകളല്ലേ. അതിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് എത്രത്തോളം സങ്കീർണമാണ് എന്നും പെട്ടെന്നൊരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നതൊക്കെ അതിന് 2 കൊല്ലത്തെ ഒരു കാത്തിരിപ്പുണ്ട് എന്നുള്ളത് എനിക്ക് പോലും അറിയാം. അത് പത്രക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾക്കും നല്ലപോലെ ധാരണയുള്ള വിഷയമാണ്. 2 കൊല്ലാട്ടോ കൊടുത്തത് മെമ്പർഷിപ്പ് കിട്ടാനേ. കറക്റ്റാണ്. 2 കൊല്ലം കൊണ്ട് നമ്മൾ പടിയിറങ്ങുമല്ലോ. 2 കൊല്ലം വരെ നമ്മളിങ്ങനെ എന്താ പറയുക, ഞാനൊരു കാണിച്ച് പേടിപ്പിക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ടുനടക്കും. 2 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ പുറത്തോട്ട് പോവില്ല അല്ലേ? 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എന്ത് സരിന്, എന്ത് IAS അല്ലേ, എന്ത് ഡോക്ടർ, വെറും കരിവേപ്പില. അത് ഈ പൊട്ടന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് മാത്രമേ എനിക്ക് അറിയിക്കാനുള്ളൂ. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളിയാണ്, നല്ല ഭയങ്കര ആത്മവിശ്വാസം. 2 കൊല്ലം അങ്ങോട്ട് അടിമായിട്ട് നിന്നാലടാ, ഒന്നും നോക്കണ്ട. ചുമ്മാ 4 ക്യാപ്സുകളൊക്കെ വിഴുങ്ങി അടിമായിട്ട് അങ്ങോട്ട് ജീവിച്ച് അത് മരിച്ചേക്ക് അല്ലേ? അങ്ങനെയൊന്നും യാതൊരു തരത്തിലുള്ള എന്താ പറയുക പ്രീ കണ്ടീഷൻസ് എന്ന് പറയുമല്ലോ, മുൻധാരണകളോ മുൻവിധികളോ ഇടതുപക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ യാതൊരാൾക്കും ആവശ്യമില്ല. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് ഞാൻ ഇന്നലെ CM-ഉമായിട്ട് കണ്ടപ്പോൾ ഉപയോഗിച്ചൊരു. ശരി, ഞങ്ങൾക്ക് മുൻധാരണയും മുൻവിധികളൊന്നും ഇല്ലായിരുന്ന മനുഷ്യ. പിന്നെയാണോ നമ്മൾ 20,000 വോട്ടിന് നമുക്ക് 70,000 വോട്ട് കിട്ടും, 20,000 വോട്ടിൽ നമ്മൾ ജയിക്കും. വോട്ട് എണ്ണതിൻ്റെ ഓരോ ഘട്ടത്തിലും സരിൻ
സരിൻ സരിൻ എന്നുള്ള പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ജയിച്ച് കയറും. ഇതൊന്നും മുൻധാരണല്ലായിരുന്നു. എൻ്റെ പൊന്നെ, എന്നൊക്കെ സമ്മതിച്ചിട്ടോ. എന്നാലും നമ്മൾ കോൺഫിഡൻസ് വിട്ട് കളിക്കരുത്. നമ്മൾ സഖാക്കളാണെങ്കിൽ ഒരൊറ്റ ക്യാപ്സ്യൂളിൻ്റെ കാര്യമുള്ളൂ. നമ്മൾ കോൺഫിഡൻസിൽ നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കണം, അടിപൊളിയായിട്ടിട്ട്. ഇതിൽ നീ ഇങ്ങനെ പിടിച്ച് നിൽക്കണം മനുഷ്യ, വിട്ട് കളയരുത് കേട്ടോ. നീ ബാക്കി എന്തെങ്കിലും പറയണമെന്നോട് പറഞ്ഞേ. കൊണ്ടേ ഇരിക്കുക എന്നാണ്. ഞാൻ ഇന്നലെ CM-ഉമായിട്ട് കണ്ടപ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് CM-ഓ? അങ്ങനൊന്നും പറയരുത്. ഈ എപ്പോഴാ CM എന്ന് വിളിച്ചിട്ടുള്ളത്? നീ വല്ല എന്താ പറയാ, മറ്റേ സെക്സ് റാക്കറ്റിന്റെ മോലാളിന്നോ അല്ലെങ്കിൽ RSSകാരനോ ജനല്ല പറഞ്ഞത് ചെങ്ങായി. മുഖ്യമന്ത്രി RSSൽ തുടരും. പിണറായി കേരളത്തിന്റെ കൂട്ട ബലാത്സംഗത്തിന്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ CM എന്നാ. കൂട്ട ബലാത്സംഗ ക്യാപ്റ്റൻ എന്നൊക്കെ പറ. ഇതൊക്കെ മറന്നു പോകുന്നുണ്ട്. എനിക്കൊന്നും മറവി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അങ്ങനെ നായ പോരാ, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഉഷാറാവണേ. ഞാൻ അതിനെപ്പറ്റി ബോധേഡല്ല. സാധാരണ ആളുകൾ വന്ന് ഏറ്റെടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ണിലൂടെ കണ്ടാലാണ് ചുമതല, ഉത്തരവാദിത്തം അല്ലെങ്കിൽ സ്ഥാനം എന്നുള്ള വാക്കുകൊണ്ടൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുക. അത്തരം എന്താ പറയുക, കീഴ്വഴക്കങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ തുടരണമെന്നൊരു നിർബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഓപ്പണാണ്. എനിക്ക് അടിയും എടുത്ത് തന്നല്ലോ എൻ്റെ കൊച്ചു കള്ള. എനിക്ക് സ്ഥാനമാനമൊന്നും വേണ്ടാവില്ലേ. എനിക്ക് സ്ഥാനവും കർത്തവ്യവും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ എനിക്ക് MLA സ്ഥാനം കിട്ടണം. എനിക്ക് MLA ആവണം, അതെനിക്ക് MP ആവണം. എനിക്ക് ജനങ്ങളെ ഭരിക്കണം എന്നേ പറഞ്ഞിരുന്നത്. അതും വിചാരിച്ചിട്ടാണ് ചാടിയത്. ഇപ്പൊ ചാടി കൊടുത്തൊന്നും ഭരണവും ഇല്ല, MLA സ്ഥാനവും ഇല്ല, പഞ്ചായത്ത് മെമ്പർ പോലും അല്ല. ഇനിയിപ്പോൾ ചാടി കൊടുത്ത് കിടന്ന് ഉരുളാന്നല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാനല്ലേ? നീ തിരിച്ചെടുക്കൂല എന്നുള്ള ഉറപ്പാണ്. ഇനി BJPയുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വെറും ചണ്ടി ആയിരിക്കുന്നില്ല, അതും ഉറപ്പാണ്. അപ്പം ഇനിയിപ്പോൾ ഇത്രയും കാലം നമ്മൾ എന്താ പറയുക, ഡോക്ടർ വിട്ട് IAS വിട്ട് കോൺഗ്രസ് വിട്ട് ഇവിടെ വന്ന് ഇവിടെ തോറ്റ അപ്പി വിട്ട് ഇനിയിപ്പോൾ അപ്പിയിൽ ഇങ്ങനെ തോണ്ടി കളിക്കാന്നല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാനല്ലേ? നമുക്ക് സ്ഥാനമാനവും വേണ്ട, ഒന്നും വേണ്ട. എന്തെങ്കിലും കഞ്ഞി കുടിച്ച് ഉപജീവനമാർഗം സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വേണ്ടടോ. കഞ്ഞി കുടിക്കണ്ടേ അല്ലേ? സരിയും പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണം, കഞ്ഞി കുടിക്കണ്ടേ മനുഷ്യന്. ഭാര്യ ഡോക്ടറാന്ന് പറഞ്ഞില്ലല്ലോ, ഭാര്യ അങ്ങ് ദുബായി കിടക്കണ്. നാട്ടിൽ കിടന്നിട്ട് പ്രവർത്തിക്കുന്ന സമയം എത്ര വെച്ചിട്ടാ ഭാര്യൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിക്കുക. സാരല്ല മോനെ, എനിക്ക് CPM എന്താ പറയുക, ബക്കറ്റ് പേര് നടത്തിയിട്ടാണെങ്കിലും അല്ല, എൻ്റെ കഞ്ഞി ഞങ്ങൾ കൊടുപ്പിച്ചിരിക്കും. ഞങ്ങളെ പാർട്ടി പിരിവ് നടത്തിയിട്ടാണെങ്കിലും എൻ്റെ അണ്ണാക്കിലേക്ക് തള്ളിയിരിക്കും, അത് ഉറപ്പാ. ലാൽ സലാം സരിൻ ബ്രോ.